UDF പേരാവൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേളകത്ത് നടന്ന UDF കുടുംബസംഗമം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ മാർഗങ്ങളിലൂടെ വന്യജീവി ആക്രമണം തടയാൻ നടപടിയില്ലെന്നും 5000 രൂപ കർഷകർക്ക് പെൻഷൻ നൽകുമെന്നും പറഞ്ഞ ഇടത് സർക്കാർ പിന്നീട് പദ്ധതിയിൽ നിന്ന് പിന്മാറിയെന്നും ഇത് കർഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC വേണുഗോപാൽ പറഞ്ഞു. കേരളം വിലക്കയറ്റമെന്ന അതീവ ഗുരുതരാവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൽ നിന്നും ഇരട്ടിയായി സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു. പാചകവാതകം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും കോടാനുകോടി രൂപയാണ് മുഖ്യമന്ത്രി സ്വന്തം പരസ്യം നൽകാനായി ചിലവഴിക്കുന്നത് എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇവിടെ നിരന്തരമായി വഴി യാത്ര ചെയ്യുന്ന ഒരാളാണ്. വയനാട്ടിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതും യാത്ര ചെയ്യും. പക്ഷേ മിക്കവാറും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാറുള്ള പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പുകാരെന്ന് പറയുന്നൊന്നുമല്ല, സുഗമമായ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ പിന്നീട് ഫോളോ അപ്പ് ചെയ്ത് ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ഭംഗിയായി ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാവൂർ എന്നുള്ള കാര്യം ഇതുവഴി യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാക്കും. പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എതിരാളികൾ നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അവർ പറയില്ല, പക്ഷേ നല്ല വാക്ക് പറയാനും അതനുസരിച്ച് പ്രതികരിക്കാനും എനിക്ക് ഉറപ്പുണ്ട് പേരാവൂരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉണ്ടായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സംശയം ഞാൻ ശ്രീ സണ്ണി ജോസഫിനെ KPC പ്രസിഡന്റായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വീക്ഷിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു നിർണായക കാലഘട്ടത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്വം കേരളത്തിലേക്ക്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതൃത്വം മല്ലികാർജുന ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും തുടങ്ങുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നയിക്കാൻ ആര് വേണം? ശ്രീ സുധാകരന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് വളർത്തി പൂർത്തീകരിച്ചതിന് ശേഷം അടുത്തൊരു പ്രസിഡന്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആര് വേണമെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അംശത്തിൻ്റെ ആരും വിചാരിച്ചിട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് പ്രസിഡന്റ് ആകാൻ പോകുന്നത്. നമ്മളെല്ലാവരെയും പരിശോധിച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടണം, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.